എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആര്യ. ഇക്കഴിഞ്ഞ ജൂലൈ 2024 സെറ്റ് പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എല്ലാവരെയും പോലെ തന്നെ ഞാനും കരുതിയിരുന്നത് ബി.എഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് സെറ്റ് പരീക്ഷ എഴുതാനാകുക എന്നാണ്. പക്ഷേ എൻ്റെ റൂംമേറ്റ് ചേച്ചിയാണ് ഈ പരീക്ഷയെ പറ്റി എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തന്നത്. അങ്ങനെ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബ്സൈറ്റിൽ പോവുകയും നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ട്സും ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഫിലോസഫി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ബിരുദാനന്തര ബിരുദ 2ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നു. അങ്ങനെ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അപേക്ഷ കൊടുത്തു. 2024 ജൂലൈ 28 ഒരു ഞായറാഴ്ചയായിരുന്നു എൻ്റെ പരീക്ഷ. ഈ വീഡിയോയിൽ എൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു, സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെ ഉപയോഗിച്ചു, എക്സാമിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സിലബസ് മനസ്സിലാക്കുക. നമുക്കറിയാം സെറ്റ് പരീക്ഷയ്ക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ ജനറൽ പേപ്പറാണ്. അതിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കറണ്ട് അഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ പേപ്പർ, അത് നമുക്ക് ആ സിലബസ് തന്നിരിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ സിലബസ് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടീസ് ദ PYQs. മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്നാലാണ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരിക, അതെങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യത എന്നെല്ലാം തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. നമ്മൾ PYQs ചെയ്യുന്ന വഴി നമുക്ക് എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ തെറ്റുകൾ അവസാന എക്സാമിന് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ല, OMR എക്സാമാണ്. അപ്പോൾ നമ്മൾ കറുപ്പിക്കുന്നത് ശരിക്കും കൃത്യമായി തന്നെ വരണം. OMR ഷീറ്റിൽ നമുക്ക് ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ തെറ്റുകളൊന്നും വരാൻ പാടില്ല, ടിക്ക് ചെയ്യാൻ പാടില്ല, ഇൻഡു ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഡോട്ട് മാത്രം ഇട്ട് അങ്ങനെയൊന്നും പോകാൻ പാടില്ല, കൃത്യമായിട്ട് ബബിൾ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റ് ഇൻവാലിഡ് ആവും. അതുകൊണ്ട് തന്നെ എല്ലാവരും OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. അടുത്തത് സ്റ്റഡി മെറ്റീരിയൽസ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച സ്റ്റഡി മെറ്റീരിയൽസ് സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇഗ്നോവിൻ്റെ സ്റ്റഡി നോട്ട്സും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന സെൽഫ് സ്റ്റഡി നോട്ട്സും നമുക്ക് ഇതിന് വളരെയധികം ഉപകാരപ്പെടുന്നു. അങ്ങനെ ഈ നോട്ട്സുകളെല്ലാം സംഘടിപ്പിച്ച് നല്ല രീതിയിൽ ഞാനത് പഠിച്ചു. മറ്റൊന്ന് എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഈ സെറ്റ് പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണ് ഉള്ളതെന്നുള്ളത് നേരത്തെ പറഞ്ഞു. അതൊരു ഫുൾ ഡേ എക്സാമാണ്. രാവിലെയും ഉച്ചതിരിഞ്ഞുമായിരിക്കും നമുക്ക് എക്സാം. രാവിലെ ജനറൽ പേപ്പർ 1ഉം ഉച്ചതിരിഞ്ഞ് നമ്മൾ ഏത് വിഷയത്തിനാണോ എക്സാം എഴുതുന്നത് ആ വിഷയമായിരിക്കും. ജനറൽ പേപ്പർ 1ന് 120 ചോദ്യങ്ങളുണ്ടാവും. ജനറൽ പേപ്പർ 2വിനും അതുപോലെ 120 ചോദ്യങ്ങളുണ്ടാവും. മൊത്തം 240 ചോദ്യങ്ങളാണ് നമ്മളിവിടെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ അഡ്മിഷൻ കാർഡ് ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം, ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഹോളിൽ കയറുമ്പോൾ കൂളായിട്ടിരിക്കുക, ടെൻഷനൊന്നും അടിക്കരുത്. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടി മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതെനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. പേപ്പർ 1 ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷേ അപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പേപ്പർ 1 നമുക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മതി. അത് ജനറൽ, OBC, SC, ST അങ്ങനെ ഓരോ കാറ്റഗറിക്കും വ്യത്യസ്തമാണ്. പൊതുവെ ഒരു 45% അവർ പറയുന്നത്. 120 മാർക്കിൽ ഒരു 45% മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക, അത് മതി. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ OBC, SC, ST അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 40, 35 വീതമാണ്. അങ്ങനെ സ്കോർ ചെയ്താലും മതി. അതുപോലെ തന്നെ പേപ്പർ 2വിന് നെറ്റ് പരീക്ഷ പോലെ ഓവറോൾ മാർക്കല്ല ഇതിനെടുക്കുന്നത്, അഗ്രിഗേറ്റീവ് മാർക്കാണ്. 2 പേപ്പറിനും നമ്മളൊരു 45%-നടുത്ത് മാർക്കുകൾ വാങ്ങിച്ചിരിക്കണം. പേപ്പർ 1ന് 120-ലൊരു 45% എന്ന് പറയുമ്പോഴേക്കും ഒരു 45 മാർക്ക് അല്ലെങ്കിൽ 35 മാർക്കിനോടടുത്ത് വാങ്ങണം. പേപ്പർ 2വിനും അതുപോലെ തന്നെ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ ഒരു അഗ്രിഗേറ്റ് എടുത്തിട്ടാണ് അവസാനം അവർ ടോട്ടൽ ചെയ്യുക. ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 2-ാം തീയതി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പോകാൻ. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ എക്സാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കാം ആൻഡ് കൂളായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കരുത്. നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. പിന്നെ ഈ ഇൻഫർമേഷൻ പരമാവധി എല്ലാവരിലേക്കും
സ്പ്രെഡ് ചെയ്യുക. എനിക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ്ഡ് വേർഷൻ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഒരുപാട് സഹായിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.